വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് സെയിൽസ് മാനേജറിന്റെ ഒരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. അത് നമുക്ക് മന്ത്ലി 20,000 രൂപ തൊട്ട് 30,000 രൂപ ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും നമുക്ക് സാലറി കിട്ടും. ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20,000 രൂപ കിട്ടുമെന്ന് വരാം. അപ്പം എന്തായാലും 20,000 തൊട്ട് 30,000 രൂപ വരെയാണ് ബേസിക് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിൽ ഞാൻ ജോബിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്, താല്പര്യമുള്ളവർ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ അതുകൊണ്ടാണ് നിങ്ങൾ കാണുമെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഹെക്മാറ്റ് ഇന്റർനാഷണൽ ട്രേഡ് LLP കേരള എന്ന് പറയുന്ന ഒരു ജോബിന്റെ ഒരു കമ്പനിയാണ് ഈ ഒരു ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സെയിൽസ് മാനേജർ എന്നാണ് ജോബിന്റെ വേക്കൻസി വന്നിരിക്കുന്നത്. സാലറി സ്കെയിൽ വരിക 20,000 തൊട്ട് 30,000 രൂപ വരെയാണ്. എന്ന് വെച്ചാൽ അതിനിടയ്ക്കോ അല്ലെങ്കിൽ 30,000 70,000 ഒക്കെ എന്തായിരിക്കും സാലറി ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ അതിനിടയ്ക്ക് എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫുൾ ടൈം ജോബാണ് വരിക. അപ്പോൾ ഇവര് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ അല്ലെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ, ഇവർ ഫുഡ് നമുക്ക് അലൗ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെയ്ഡ് സിക്ക് ടൈമിലൊക്കെ പേയ്മെന്റ് തരുന്നുണ്ട്. ഫോൺ നമുക്ക് അലൗഡ് ആണ്. ലീവ് എന്താണ് ഇവര് തരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻസി, ഇന്റർനെറ്റ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ അലൗ ചെയ്യുന്നുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ വർക്ക് ഫ്രം ഹോം ആണ്. ഫ്ലെക്സിബിൾ ഷെഡ്യൂള് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ സെയിൽസ് മാനേജർ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടീവ് സെയിൽസ് സ്ട്രാറ്റജി, സ്ട്രോങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അപ്പം നമ്മൾ സെയിൽസിന്റെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ കസ്റ്റമറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇത്രയാണ് നമ്മളിതിൽ ചെയ്യേണ്ട കാര്യം. അപ്പൊ അവര് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. റെസ്പോൺസിബിലിറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റിനെയും സാലറിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവരുടെ ഈ ഒരു കമ്പനി പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ മതി. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമുക്ക് ബൈ ചെയ്യൂ.